ഹലോ ഗൈസ്, നിങ്ങൾക്ക് ജേർണലിംഗ് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ മെമ്മറി ജേർണലാണ്. ഇതിലാണ് ഞാൻ എൻ്റെ ക്ലാസ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള മെമ്മറീസും ഓട്ടോഗ്രാഫ് എല്ലതും ആക്കിയത്. സോ ഇതിൻ്റെ ഫസ്റ്റ് പേജ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഫസ്റ്റ് പേജ് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുമല്ലോ, ദിസ് ജേർണൽ ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ ചെയ്യണത്. പിന്നെ ഈ ഫോട്ടോ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഇത് ഏതിനും പോകുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മനസ്സിൽ യെല്ലോ തന്നെ ചെയ്യണം, ബിക്കോസ് മൈ ഫേവറേറ്റ് കളർ ഇസ് യെല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പീസ് എൻ്റെ ഒരു ഈ സിസേഴ്സിന് എന്താ പറയുക എനിക്കറിയില്ല, ഇങ്ങനെ ഡിസൈൻ ഉള്ളതാണ്. അത് വെച്ചിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് പശ തേച്ച് കണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇതേപോലെ എല്ലാ 4 കോർണേഴ്സും അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടു. 4 കോർണേഴ്സില്ല, 4 സൈഡ്. പിന്നെ ആ സ്റ്റിക്കി നോട്ട് എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കുറച്ചെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ആയി തോന്നണ്ടേ. എനിക്ക് ഭയങ്കര സിമ്പിളായി പോലെ ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ ഫോട്ടോ ഞാൻ ഗ്ലൂ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹാർട്ട് വാഷി ടേപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ അതൊരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ അതേപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ച് യെല്ലോ തീമിലുള്ള യെല്ലോ കളർ സ്റ്റിക്കേഴ്സൊക്കെ എടുത്തിട്ട് അതിന് എനിക്ക് ചില ഇഷ്ടമായത് മാത്രം, കുറേ എടുത്തിട്ടില്ല, ചിലത് മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ആൽഫബറ്റ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ അതിൻ്റെ പേര് ഷംഹ എന്നുള്ളത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതും ഒട്ടിച്ചു കൊടുത്തു. ഫസ്റ്റ് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഭാഗം ബ്ലാങ്ക് ആക്കി ഇടണമെന്ന്. പക്ഷേ എനിക്കിവിടെ ദിസ് ജേർണൽ ബിലോങ്സ് ടു എന്ന് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പേപ്പറിൽ എഴുതിയിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കൈയിട്ട് കീറിയിട്ട് അങ്ങനെ ഞാൻ അതും ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എനിക്ക് എന്തായാലും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.